98-ൽ പൂശിയ സ്വർണ്ണമാണ്. അതുമായി ബന്ധപ്പെട്ട് ഇങ്ങോട്ട് എല്ലാവരും പെർഫെക്റ്റ് ആയിരുന്നു. പെർഫെക്റ്റ് ആയിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലല്ലോ. അപ്പം ഞാൻ പറയുന്നത് അന്ന് മുതൽ ഞങ്ങളെടുത്ത നിലപാടെന്താ, 98 മുതൽ അന്വേഷിക്കട്ടെ, ഞങ്ങളുടെ കാലം വരെ അന്വേഷിക്കട്ടെ. അതിൽ എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ അതെല്ലാം പുറത്തു വരട്ടെ. നിങ്ങൾ നോക്കൂ, 2019 ശേഷം മാത്രം അന്വേഷിച്ചാൽ മതിയോ? 2000-ലെ കാര്യങ്ങൾ അന്വേഷിക്കണ്ടേ? 2007 നടന്ന കാര്യങ്ങൾ അന്വേഷിക്കണ്ടേ? 2011 നടന്ന ബോർഡിനെ കുറിച്ച് അന്വേഷിക്കണ്ടേ? 2016 നടന്ന കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കണ്ടേ? എന്തൊക്കെയാണ് ഇവിടെ നടന്നിട്ടുള്ളത്? ഞങ്ങളങ്ങനെ ഇതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ അന്നുള്ളവരെല്ലാം വിശുദ്ധന്മാരാണ്, ഞങ്ങളെല്ലാം കൊള്ളക്കാരാണെന്നുള്ള മട്ടിൽ ഈ പ്രചരണം നടത്തുന്നത് അത് ആടിനെ പട്ടിയാക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് കേവലം 6 ആഴ്ച, അത് കോടതി തന്നിരിക്കുന്ന, കോടതി അന്വേഷണ ഏജൻസിക്ക് കൊടുത്തിരിക്കുന്ന സമയപരിധിയാണ്. അതുവരെ ക്ഷമിക്കാനും അതുവരെ സഹിക്കാനും ദേവസ്വം ബോർഡുമായി സഹകരിക്കുവാനും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ മനസ്സ് കാട്ടണമെന്നാണ് വിനയപൂർവ്വം ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. കാരണം മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിൻ്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട പ്രസിഡന്റ്, ഇന്ത്യൻ രാഷ്ട്രപതി, ഞങ്ങൾക്ക് വലിയ അഭിമാനമാണ്. അവർ ശബരിമലയിലേക്ക് വരുവാൻ പോവുകയാണ്. അവർ ആഗ്രഹിച്ചാണ് ശബരിമലയിലേക്ക് വരുന്നത്. ഇവിടെ വരുമ്പോൾ ഇവിടെ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല. മണ്ഡല മകരവിളക്ക് മഹോത്സവം വരുന്നു. ലക്ഷോപലക്ഷം ആളുകളാണ്. കഴിഞ്ഞ പ്രാവശ്യം 55 ലക്ഷം പേർ വന്നു. ഇപ്രാവശ്യം 60 ലക്ഷത്തിലധികം ആളുകൾ വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അവർക്ക് എല്ലാവിധമായ സൗകര്യങ്ങളും ഉണ്ടാക്കണ്ടേ? അവരവിടെ വരുമ്പോൾ നിരാശരായി മടങ്ങേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവരുതല്ലോ. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്കറിയാം, നിങ്ങളുടെ എല്ലാവരുടെയും സഹായത്തോടു കൂടിയാണ്. ഒരു പരാതി പോലും ഒരു ഭക്തനും പറയാനുള്ള സാഹചര്യം ഉണ്ടായില്ല. അതുപോലെ ഞങ്ങൾക്ക് വീണ്ടും ഉണ്ടാക്കണ്ടേ? അപ്പോൾ അതിന് എല്ലാവരുടെയും സഹായവും സഹകരണവും ഈ പ്രതിപക്ഷ നേതാവിൻ്റെ ഉൾപ്പെടെയുള്ള സഹായ സഹകരണങ്ങൾ ഞങ്ങൾ തേടുകയാണ്. അതുണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് വിനയപൂർവ്വമായ അഭ്യർത്ഥനയുള്ളത്. പിന്നെ ഇന്നത്തെ കാര്യങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഇതിൽ ഉൾപ്പെട്ട് വന്നിട്ടുള്ള സർവീസിലിരിക്കുന്ന ശ്രീ സുനിൽകുമാറിനെ അന്വേഷണ വിധേയമായി സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യുവാൻ കോടതി തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ വിരമിച്ച ജീവനക്കാർ, അവരുമായി ബന്ധപ്പെട്ട് ഇത് KSR ബാധകമായൊരു സ്ഥാപനമാണ്. അപ്പോൾ KSR ഭാഗം 3 റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട പെൻഷൻ ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ ഉത്തരവിലുള്ളത്. അപ്പോൾ പിന്നെ ഉത്തരവനുസരിച്ച് റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥർക്ക് ഈ റൂൾ പ്രകാരം വിശദീകരണ നോട്ടീസ് നൽകി അവരെ വിശദീകരണം വാങ്ങുവാനും തുടർ നടപടികൾ എന്താണോ ഈ നിയമത്തിൽ പറയുന്നത് അതനുസരിച്ചുള്ള തുടർ നടപടികൾ സ്വീകരിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട്. എത്ര ദിവസത്തിനകം വിശദീകരണം നൽകണമെന്നാണ്? ഞങ്ങൾ 10 ദിവസത്തിനകം വിശദീകരണം നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബാക്കിയൊക്കെ വിശദമായി നമുക്ക് സംസാരിക്കാം. ഓക്കെ.